എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ നമ്മളിന്ന് മടിച്ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. മടിച്ചിക്കൻ എന്ന് പറഞ്ഞാൽ കുറേ മുന്നേ ട്രെൻഡ് പോയിക്കണു. മടിച്ചിക്കൻ ഇപ്പോൾ 5-6 വയസ്സുണ്ടാവും. അപ്പോൾ നമ്മൾ ഇപ്പോഴാണ് അത് ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗൈൻ നമ്മുടെ ഡ്രൈവർ പറഞ്ഞ നമ്മളെ ബയ്യ തന്നെയാണ്. നമ്മുടെ പയ്യനേക്കാരെ എപ്പോഴും നമ്മുടെ ഡ്രൈവർ. ഇതിനു മുന്നേ നമ്മൾ 2 കടയിൽ ചെന്നു. അപ്പോൾ അവിടെ 2 എടുത്ത് നമുക്ക് സ്കിന്നോട് കൂടി ചിക്കൻ കിട്ടൂല. അപ്പോൾ സ്കിന്നോട് കൂടി ചിക്കൻ തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മങ്കടക്ക് പോവാണ്. നമ്മൾ പിന്നെയും മങ്കടക്ക് പോവാണ്. നമ്മൾ എങ്ങോട്ടാണ് പോയി പോണത്? മങ്കടക്ക്. ഗൈസ്, ഇന്നലെ ലവിക്ക് കിഡ്സ് ഫെസ്റ്റ് ആയിരുന്നു. ലവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാത്തിനും പ്രൈസ് ഉണ്ട്. ഫോക്ക് ഡാൻസിന് ഫസ്റ്റ്, ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ്, ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡ്. അപ്പോൾ നമ്മൾ ലവിക്ക് എല്ലാത്തിനും കിട്ടിയില്ലേ? യെസ്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റെസ് നമ്പർ 4 ചിക്കൻ കടയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നെങ്കിലും നമുക്ക് സ്കിന്നുള്ള ചിക്കൻ കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ തിരുവക്കാടിലാണുള്ളത്. കടന്ന മണ്ണയിൽ നിന്ന് നമ്മൾ തിരുവക്കാട്ടിലേക്ക് എത്തി ഗൈസ്. ഒരു ചിക്കൻ്റെ ഒരു തോലിന് വേണ്ടി. എന്താന്നില്ലേ? പിന്നെ ഗ്രൂപ്പ് ഡാൻസിന് എന്താ സെക്കൻഡ് കിട്ടിയത്? തലവേദന. അതുകൊണ്ട് കേട്ടോ അല്ലെ ഗ്രൂപ്പ് ഡാൻസിന് സെക്കൻഡ് കിട്ടിയത്. യെസ്. ഒക്കെ ഭയങ്കര തലവേദനയായിരുന്നു. പക്ഷെ രസമുണ്ടായിരുന്നു. ഡാൻസ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറേ നേരമായി ബയ്യ പോയിട്ട് ഇനി നമുക്ക് പോയോക്കാം. ഓർഡർ കൊടുത്തുകൊണ്ട് നമുക്ക് ചെന്ന് നോക്കാം. ഞാൻ പിടിക്കണോ? നമ്മളെത്തി ഗൈസ്. നമ്മളിവിടെയാണ്. ബിസ്മിയിലാണ് നമ്മളുള്ളത്. ഭയ കിട്ടിയോ? കിട്ടോ തോലോട് കിട്ടും ഗൈസ്. നമുക്കിപ്പോൾ അത് എടുക്കാൻ കഴിച്ചില്ല. ബിക്കോസ് അത് ഭയങ്കര വയലൻസ് ആണ്. ചോര, ഇറച്ചി, ഫുൾ വയലൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ എവിടെ സ്ഥലം? ഇതേത് സ്ഥലം? ഇത് തിരുവക്കാട് ഏതോ ഒരു ഭാഗത്താണ്. തിരുവക്കാട് ബൈപ്പാസ് അല്ലേ? എൻ്റെ മൂക്കുമ്പോൾ കുറേ സാധനങ്ങളും തലമുക്ക് കാണില്ലേ? ഞാൻ ഗ്രൂപ്പ് ഡാൻസിന് പൊട്ടും മൂക്കുച്ചൊക്കെ വെച്ചതാണ്. ഇപ്പോഴും പോയിട്ടില്ല. ഉണ്ടായിരുന്നു. ക്യാമറ മൂടിക്കണം. നമ്മള് മടിച്ചിക്കനല്ലേ? മടിച്ചിക്കന്. ഇപ്പോൾ നമ്മളിപ്പോൾ മടിച്ചിക്കനൊക്കെ നല്ല പ്രായമുണ്ട് ഗൈസ്. അന്ന് ചെയ്യേണ്ടതായിരുന്നു, ഇന്നാ ചെയ്യണ്ടേ. സുഹൃത്തുക്കളെ, ഓഡിറ്റോറിയം. ഈ എന്താ ആദ്യം വായിച്ചത്? അർഫ ഓഡിറ്റോറിയം. പോയി ഇങ്ങനെ പോയി പറഞ്ഞൊക്കെ ഈ ചെക്കന് പീസാക്കണ്ട പറഞ്ഞ് ഈ ചെക്കനെ കൊണ്ട് വലിയ ഇടങ്ങാറാണ് ഗൈസ്. അറുത്തിട്ടുള്ളൂ, വെട്ടിയിട്ടില്ലല്ലോ. ഇന്നലെ ഞാൻ കരുതിയിട്ടില്ല കേട്ടോ. കിട്ടി
ഇന്നലെ ഇന്ന് പരിപാടി മിന്നാന്ന് ലൈറ്റ് മ്യൂസിക് ആയിരുന്നു. ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടി. എന്നിട്ട് അന്ന് മരുഭക്ക് ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ ഞാൻ കടന്നുറങ്ങി. പിന്നെ എണീച്ചപ്പോൾ മിന്നാന്ന് മരുഭക്ക് ബാങ്ക് കൊടുത്തു. എന്നിട്ട് ഞാൻ കടന്നുറങ്ങിയില്ലേ കുറച്ച് നേരം കഴിഞ്ഞപ്പോ. എന്നിട്ട് ഞാൻ ഉറങ്ങി. പിന്നെ ഞാൻ ഇപ്പോഴേ എണീച്ചത് ഒരു 6:30 അവിടെ ഒരു 6:30 എണീച്ചിരുന്നു. പിന്നെ അവിടേക്ക് എത്തണേ 8 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് അവിടെ മേക്കപ്പ് ചെയ്യായിരുന്നു. മേക്കപ്പ് ചെയ്ത് കുറച്ചൊക്കെ ആയപ്പോൾ തന്നെ ഹെയറിൽ സാധനങ്ങളൊക്കെ വെച്ചു. അപ്പൊക്കെ തലവേദന തുടങ്ങി. പിന്നെ അങ്ങനെ പ്രശ്നമായി. സ്റ്റേജിൽ കയറിയപ്പോൾ ഒക്കെ ഛർദ്ദിക്കാൻ വരിക. അപ്പം ഉമ്മക്ക് ടെൻഷൻ കൂടി. ടെൻഷൻ അങ്ങോട്ട് തലയിലങ്ങോട്ട് നിന്ന് അവസാനം മൂക്കിൽ വലിപ്പിച്ചു. എന്നിട്ട് കയറി കഴിഞ്ഞിട്ട് പിന്നെ റെഡിയായി ശരിക്കും എല്ലാതും ഒപ്പേന്നു. പിന്നെ സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ തലവേദന മാറി. പിന്നെ ഫോക്കിനുള്ള മാറ്റി കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെയും തലവേദന തുടങ്ങി. ഗ്രൂപ്പിലിരുന്നു ഭയങ്കര തലവേദന. പപ്പ മരുന്ന് വാങ്ങുമ്പോൾ പോണു അങ്ങനെയൊക്കെയായിരുന്നു. എന്നിട്ട് പിന്നെ ഫോക്ക് കളിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു. പ്രൈസ് അറിഞ്ഞു. പിന്നെ പറയാനുള്ളതൊക്കെ ഓള് പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഉള്ളത്? അപ്പോൾ ഇനിയിപ്പോൾ ചിക്കൻ കിട്ടാനായി. നമ്മൾ ചിക്കനായിട്ട് പോകുന്നു. നമ്മളെല്ലാവരും മസാല ഒക്കെ ചെയ്ത് ഞാൻ ഉണ്ടാക്കണത്. അതുകൊണ്ട് ഇവർക്ക് ആർക്കും തിന്നാൻ തരില്ല. വേണ്ടാന്ന് പറയുന്നവർക്കൊന്നും ഞാൻ തരൂല. എനിക്ക് ക്യാമറമാന് നമ്മൾ കൊടുക്കൂല. രസം ഉണ്ടെങ്കിലും തരൂല, രസം ഇല്ലെങ്കിലും തരും. രസമില്ലാത്തവർ ഞാൻ തന്നെ തിന്നൂല. രസം ഉണ്ടെങ്കിൽ നമ്മൾ തരൂല. സോറി, രസം ഉണ്ടെങ്കിൽ തരും. അയ്യേ, അതിൻ്റെ പാർട്സൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. എന്തിനാ പാർട്സ് വേണ്ട? പാർട്സ് വേണ്ട. വേണം തിന്നും. ചിക്കൻ ആയിക്കോണ്. സ്കിന്നില്ല ചിക്കന്. അതിന് സ്കിന്നില്ല. ഇല്ല, അതിൻ്റെ സ്കിന്ന് കാണാൻ ഞാൻ എന്താ കാട്ടും? അതിൻ്റെ സ്കിന്ന് കാണാല്ലേ? നോക്കട്ടെ. എന്താ പറയാനുള്ളത്? കോഴിക്ക് സ്കിന്നില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുവാണ്? നമ്മളെന്താ ചെയ്യണേ? നമ്മള് പറഞ്ഞതല്ലേ, പൈസ കൊടുത്ത് സാധനം കൊണ്ടുപോകും. നമുക്ക് വീട്ടിലേക്ക് ചെല്ലണം, ഉണ്ടാക്കണം. എല്ലാവരും വിളിച്ചുകൂണോ? ഓക്കെ. അപ്പോൾ ആ സ്കിന്നുള്ള ചിക്കൻ ചോദിച്ചിട്ടോ? എന്ത് ചിക്കനാണ് തന്നത്? സ്കിന്നില്ലാത്ത ചിക്കൻ. ഞാൻ പറഞ്ഞത് മനസ്സിലാവാനിട്ടാണോ അതോ ഓന് മലയാളം അറിയാത്തോണ്ടാണോ എന്താ അറിയില്ല. അപ്പോ തന്നത് ഏതായാലും വട്ടത്തില് വീട്ടിൽ ഞാനാണ് ഉണ്ടാക്കുന്നത്. കൊളായ എൻ്റെ കുഴപ്പമില്ല കേട്ടോ. ചിക്കന് സ്കിന്നില്ലാത്തതിൻ്റെ കുഴപ്പമാണ്.
ബാക്കിയുള്ളവരെപ്പോഴാണ് വരിക? ഒരു ഇപ്പോൾ നമ്മൾ മസാല ഒക്കെ കൂട്ടി കഴിഞ്ഞാൽ ഒരു കത്തിച്ചാൽ വരും, ഒരു തിന്നാൻ നേരത്തെ ഒരു വരും. അപ്പോൾ തന്നെ നമ്മൾ നമ്മൾ 7 ആൾക്കാർ, ഞങ്ങളെയും കൂട്ടിക്കാണ്ട് 10 ആൾക്കാർ. എന്ത് സാധനം ഉണ്ടാക്കാനുള്ള കൂടിയൊന്നും കുത്തിയിട്ട് ഇനി ഒരു വന്നിട്ട് വേണം. ഡാനിഷിലാണ് എന്റെ പ്രതീക്ഷ കത്തിക്കാൻ ഇതിനൊക്കെ. ഏതായാലും ഓല് വരട്ടെ. മസാല ഉണ്ടാകേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് ഇടാണ്, മസാല കൂട്ടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി നമ്മൾ 2 ചിക്കൻ വാങ്ങിയതുകൊണ്ട് നമുക്ക് കുറച്ച് 3 4 5. അത് മസാല കുഴക്കുമ്പോൾ കയ്യുമാവാതിരിക്കാനാണ്. മുളക് പൊടി ഞാൻ എണ്ണും 1 2 മതി ഇക്ക് കുറച്ച് മതി. എനിക്ക് കുറച്ച് മതി. കൊറേ ചിക്കൻ ഉണ്ട്. ഒന്ന് പറവളോട്. മല്ലിപ്പൊടി കുരുമുളക് പൊടി 1 2 3. ഓക്കെ 3. ഗരം മസാല ഓക്കെ. ഓക്കെ ആറ്റിക്കൂടി വെക്കുകയാണ്. ഓക്കെ ഇതൊക്കെ നമുക്കിത് കുഴച്ച് 2 ചിക്കനാണ് വാങ്ങിക്കണേ. അപ്പോൾ 2 ചിക്കൻ വാങ്ങിയതുകൊണ്ട് എക്സ്ട്രാ ഇത് വേണം, മസാല വേണം. നമുക്ക് പാർട്സും എക്സ്ട്രാ വേണം. മസാല ഉണ്ടാകുമ്പോൾ പാർട്സും എക്സ്ട്രാ വേണ്ടേ? ഇവള് കുറേ അവിടെയാണേ. ആത്മനിർവൃതം എന്റെ വീഡിയോ കാണിച്ചാ ഗൈസ്. ആദ്യമൊന്ന് വെച്ചാ ആദ്യമൊക്കെ നോക്കി കാണിച്ചു കൊടുക്കട്ടെ. ആദ്യമൊക്കെ ഇടേ ഇത് കാണിച്ചു കൊടുക്കാണ് ഗൈസിനെ. ഓക്കെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം ഗൈസോ. ഇതെല്ലാം മിക്സ് ചെയ്ത് കളറാ വരിക. സൂപ്പർ മണം. എല്ലാം ഇതേക്കാരും വരിക. ഇത് ഇങ്ങനെ ഫുള്ള് മിക്സ് ചെയ്തത് എല്ലോയാ വരിക. ഓറഞ്ച് ഇത് ഓറഞ്ച് അല്ലേ? ഇത് ഓറഞ്ചാ യെല്ലോയാ? കൂടി. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇടാം. ഗരം മസാല കുറച്ച് മതിയായി. വലിയ 2 ചിക്കൻ മക്ക് ഇത് 1/2 കിലോ ചിക്കൻ. ഗരം മസാല ഇതൊക്കെ നമുക്ക് മിക്സ് കട്ട് ചെയ്യ് മിക്സ് ഉപ്പിടാ. ഉപ്പിടാ 1 2 3. ഇത് കൂടിയ കുഴപ്പം കേട്ടോ. ഗ്ലൗസ് ഉണ്ട്. ഒരളവിനാണ് പൊന്നാരാട്ട്. സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റപ്പ കൂടുതൽ ഉപ്പിട്ടിക്കാണ്.
ഏത് എടുക്കേ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇതൊക്കെ എത്ര ഉപ്പിട്ടിക്കണേ ഉണ്ടോ നോക്കട്ടെ. നമ്മളെ ക്യാമറമാൻ പ്രൊഫഷണൽ കുക്കറാണ് അങ്ങനല്ല അങ്ങനെയല്ല ആവശ്യത്തിന് ഉപ്പുണ്ട് കുറച്ചും കൂടി ഇട്ടോളാം തുള്ളി ഇട്ടാ മതി ആവശ്യത്തിന് ഇനി നമുക്ക് ഇതിടാം. ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം. ഇതിന്റെ ഉള്ളിൽ കൊള്ളൂല കൈസ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണം. അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അടിച്ചാ. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിക്ക് നാരങ്ങ ഒഴിക്കാം. വെള്ളം ഇറക്കണ ഒരു കമന്റ് ഇട്ട് ഒരു നാരങ്ങ ഫിനിഷ്. ഇതൊന്ന് പിഴിഞ്ഞ് തരുമോ? കഴിയണില്ലേ? കുറച്ചെടുക്കൂല Squeeze of lemon. പിന്നെ എല്ലാരെ ഭാഗ്യം ഒരു അങ്ങനല്ല എടുക്കുക ഓരോന്നിച്ച് കൈ കൊണ്ട് എടുക്കേ മാറി. ആർക്കെങ്കിലും ഒരാൾക്കൊരു അന്തണ്ടാ പോലും പിന്നെ ചിക്കൻ ചെക്കന്മാരിനി വരാണ്ട് നമ്മൾ പരിപാടി അടിപൊളിയാക്കും. സാൽപ്പാക്ക് എന്താ പറയാ? എനിക്കൊന്നും പറയാനില്ല. ഇക്കണ്ട കോഴിക്ക് ഇത്രയും വിലയിട്ട് വലിയൊരു 2 പോത്തം കോഴികളെ വാങ്ങിക്കൂടല്. നമ്മള് ഉണ്ടാക്കേണ്ട ടൈം തെറ്റി. അതാണ്ട് 100-200 കിലോ വില അല്ലേ? ഞാനാണെങ്കിൽ മാസ് കാട്ടിയാണ്ട് 2 ചിക്കൻ പറഞ്ഞു ചെയ്തു. ബില്ല് വന്നപ്പോഴാണ് കണക്കൂട്ടി വന്നപ്പോഴേ അല്ല ചിക്കനൊക്കെ ഒന്നില്ലേ ഇതൊന്നും കാട്ടാൻ കഴിയില്ലല്ലോ. ഓക്കെ നമ്മള് 2 സ്പൂണ് നെയ്യ് ഇട്ടെടുത്തു. ഇനി ഇളക്കുക. മേലെ ഇളക്കാണ്ട് ഇളക്കേ. നമുക്കൊരു ഗ്ലാസ് വെള്ളം തീയണം. കുറച്ച് വെള്ളം ഒരു ഗ്ലാസിന്റെ അര അല്ലെ നമുക്കൊരു സ്മൂത്ത് ആവുള്ളൂ. അങ്ങനെയാണ് ഇപ്പൊ വെള്ളം കുറച്ച് മതി കേട്ടോ. കുറച്ച് മതി 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 കഴുകിയതാണ്. മതി മതി. ഇനിയോ മസാല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാൻ പറഞ്ഞത് കിട്ടാ. കൈ പോയി കഴുകാനോട് ഞാൻ പറഞ്ഞത്. ഞാൻ വേഗം ഇട്ടിട്ട് പോരെ മതി മതി മതി. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് മസാല കണ്ടുകൊണ്ട് ചിട്ടാറ്റേ ഇതിന് ഓരോ ചളി ഇങ്ങനെ ഉണ്ടാക്കുക.
കഴിച്ച് പറക്കുക ഒരു മണം കേട്ടിട്ട് അങ്ങോട്ട് വാ. ഞാൻ എന്താ പറയുക എനിക്ക് പറഞ്ഞോ അല്ല കല്ലുമ്മക്കാടുണ്ടാക്കി പറയാ അതേമാതിരി വ്ളോഗില് ചേട്ടനോ നമ്മള് വെറൈറ്റി ആണ് മഡ് ചിക്കൻ ആരും ഉണ്ടാക്കാത്ത സാധനല്ലേ എല്ലാരും വെറൈറ്റി ഒന്നല്ല ഇറങ്ങിയിട്ട് ഇപ്പൊ 4-5 കൊല്ലായില്ല 6 കൊല്ലായി പിള്ളേരെണ്ണട്ടോ ലാസ്റ്റ് ഒരു പക്ഷെ നമ്മളാവും ഇങ്ങനെ മണക്കണ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരുപാട് ഇട്ടില്ലല്ലോ. അത് നല്ല മണാണ് അങ്ങനത്തെ പൊട്ടിയില്ല ആ ചിക്കൻ വരടി. നമ്മളെ അഫിലും വിനാശും വരുന്നുണ്ട്. വിനാശ് ക്യാമറ കാണുമ്പോ ഓടിയ കൊണ്ടുണ്ട്. പുറത്തൊരു CM ആയിരുന്നു വരുന്നുണ്ട്. ചിക്കന് വരടാനൊക്കെ ഡാൻസ് ആണല്ലോ. ഡാൻസ് പോയി ഞാൻ വരട്ടെ ശരിയാവില്ല. ചിക്കൻ വരടാന് എന്റെ പുള്ളിയല്ല കത്തി എവിടെ എവിടെ എന്റെ പുള്ളിയുള്ള കത്തി കാണുമല്ല. ഇതാണ് മസാല കൂട്ടി കഴിഞ്ഞു ഗൈസ്. നമുക്ക് കൈ എഴുതാം. വള്ളുവനാടിന്റെ എന്താ പറയാ ലെഫ്റ്റ് വിങ് അല്ലേ ഈ പ്ലെയർ നമ്മളെ പ്ലെയറിനെ കാണിച്ചു കൊടുക്കേ. ഇങ്ങോട്ട് വാ. ഇതിന്റെ പിന്നാലെ അങ്ങനെ പോരണം കേട്ടോ. അപ്പൊ നീ സാധനം വെച്ചു. ഹായ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ചിക്കൻ വരടുകയാണ്. ഇതാ ആ ഒരു ഇതിൽതാ ഇതൊന്നും അല്ല. മേലെ കയറിയേ നടക്കൂ. മുറിച്ചല്ലേ അല്ല കട്ടിംഗ് ബോർഡ് എന്തിനാ? ഫുൾ ചിക്കൻ തന്നെയാണ്. അനക്കെന്തിനാ ഐഫോൺ അഫിലു? ഗൈസ് നമ്മുടെ എക്സ്പെർട്ട് ആയിട്ട് ദിനുകാക്കുനെ വിളിച്ചിട്ടുണ്ട്. ദിനുകാക്കു ഇപ്പൊ വരും. ഇതുവരെയുള്ള സ്റ്റെപ്പ് ഒക്കെ ക്ലിയർ ആണോ? തിന്നാ മതി. ഞാനാണ് മസാല കൂട്ടിക്കണേ. എല്ലാരും തിന്നണം. തിന്നിട്ടില്ലെങ്കിൽ നല്ല അടി കിട്ടും. അത് നായക്കുട്ടി കൊടുക്കാനുള്ള ചോറാണ്. പൊട്ടിച്ചോ? എന്താണ് മോനെ ഇത്? ചിക്കൻ എടുത്തു. ഇത്രയും ചെറിയൊരു കട്ടിമ്പോട് ഇത്രയും വലിയ കോഴി കയ്യില് കേക്കൂട്ടോ. ഞാനല്ല
ആ മുണ്ടെടുത്ത് കളഞ്ഞു. പാസ്വേഡ് എന്താ? ഡാനിഷ് എത്തിക്കണം. അല്ല ഡാൻസ് എത്തിക്കണല്ലേ? എനിക്ക് പറയാണ്ടോ? ആരാണീ പറഞ്ഞു? പിന്നെ ചിക്കൻ മടിച്ചു കേട്ടോ. അല്ല ഇതില് പറഞ്ഞ ആ ഡാനിഷ് വന്നിങ്ങനെ ചവിട്ടിയല്ല, ചവിട്ടി വേണമെങ്കിൽ കേറിക്കോണ്ട് കേറിക്കോ കേറിക്കോ. ആ അത് ഇവിടെ നിലത്ത് തുടക്കാട്ടോ. മൈക്കൊക്കെ തെറിച്ചു പോണ്ടി ഏരുകൊണ്ട് ഇറക്കാം. മൈക്കിനൊന്നൊരു തട്ടാ നേരക്കിന് പോണുണ്ട്. അൽഫാമല്ലേ? എന്താണ് ചിക്കൻ? ഭയ്യ പറഞ്ഞ പോലെ മടുക്ക ചിക്കൻ ആണ് നമ്മളിവിടെ ഉണ്ടാക്കുക. അത് ഇവിടെ ഒന്ന് പറയാം. മൈക്ക് ഇങ്ങനെ കൈ വെച്ച് മുണ്ടാ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേക്കണു. പരിപാടിനെ കുറിച്ച് എന്താ എനിക്ക് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ഉഷാറാണ്, അടിപൊളിയാണ്. എന്താ ഇത് വിജയിക്കോ? വിജയിപ്പിക്കാം. അപ്പൊ നമ്മളെ തിരുകാക്കു ഉള്ള തൊലി വെട്ടിക്കളയാണ്. അന്നെ വിളിച്ചിട്ടില്ലേ? തിരുകാക്കു എന്തായാലും കറി വെട്ടിനെ കുറച്ച് എന്നിട്ടോ അത് ഇത് കാര്യങ്ങൾ മൊത്തം പറഞ്ഞില്ലേ അങ്ങനത്തെ സുഖമായിട്ട് പോയാലോ? ഞാൻ ക്യാമറ ഓൺ ആക്കിയോ? അത് ഞാൻ എടുത്തു വെക്കണം. ഞാനിപ്പോ എന്താ പറയാ, ഈ റേഞ്ചിൽ ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ ആക്കരുത്. എല്ലാത്തിലും ട്രിപ്പിന്റെ കേസ് മാത്രം ഇങ്ങനെ പറയാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. ഒന്ന് ഗസ് ചെയ്താ രണ്ട് ചിക്കൻ എത്ര? അപ്പൊ എല്ലാരോടും ഈ കോഴിക്ക് എത്ര വില ഉണ്ടാവും? ഈ രണ്ട് ബിനുവിന്റെ അടുത്ത് നിന്ന് തുടങ്ങാം. ഇൻട്രോ ബിനേശ പോവല്ലേ? ഞാനോ? രണ്ട് കോഴി. ഒരു കോഴി ഏകദേശം ഒരു 4.5 കിലോ എടുത്തുണ്ടാവും അല്ലേ? ഒരു 8 കിലോ മുട്ട. 6 കിലോ. 6.5 കിലോ ഉണ്ട് രണ്ട് കോഴി. 6.5 കിലോ അല്ലേ? കണക്കൂട്ടായിട്ട് നോക്കി പറഞ്ഞ ഒരു 900 ജില്ലാ റുപ്യ. 980. 980. രണ്ട് കോഴിക്ക് എത്ര ഉണ്ടാവും പറഞ്ഞു? ചിക്കൻ തിന്നോ? പച്ചക്ക് ഞാന് ബൂംബാങ് അല്ലേ ഒന്ന് മന്ത്രം വീഡിയോ അതാ അതാ ഞാൻ കണ്ടില്ലേ. കുറ്റം പറഞ്ഞു കുറ്റന്നല്ല, നിങ്ങളെ ഫാനാണ് ചെറുക്കം. പണ്ടോട്ടേ കാണും, വേട്ടക്ക് പോണത് അത് ഇതൊക്കെ കാണും. അപ്പൊ ദാനി രണ്ട് ചിക്കൻ എത്ര വില ഉണ്ടാവും? ലവ്യേ ചിക്കൻ എത്രയെന്ന് വില പറഞ്ഞെടുത്ത?
1111 രൂപ. എൻ്റെ അടുത്ത് ഞാനവിടെ എത്തി കേട്ടോ 988 ഇത് ഞങ്ങള് 4-5 കടയിൽ കയറിയിട്ടാണ് അവിടേക്ക് എത്തിയത്. എന്നിട്ട് അവിടെ എത്തി എന്തിനാ തൊലിയുള്ള ചിക്കൻ വാങ്ങാന്. തൊലിയുള്ള ചിക്കൻ പറഞ്ഞു തന്നത് ഇങ്ങനെ. പിന്നെ ഫൈറ്റ് ആക്കണ്ട കരുതി, അല്ലെങ്കിൽ ഫൈറ്റ് ആക്കിയിരുന്നു. ഭയങ്കര വിഷമങ്ങൾ. 1111 പൈസ ഇതിന് അയച്ചു കൊടുത്തു. ഇതിന് അയച്ചു കൊടുത്തു. എന്നാലും ആ ചിക്കന് പോയ പൈസന്റെ ഒരു പോക്കി അത് പോയി. എന്താ പറയണ്ടേ? രാത്രി ഉണ്ടാക്കുള്ളൂ ഞമ്മള്. രാത്രിയുള്ള ആവാ, അപ്പൊ പിന്നെ കുഴപ്പമുണ്ടാവില്ല. പറ മക്കളെ, വൈകി മുടിച്ചിരിക്കല്ലേ. മസാല തേക്കാൻ എടാ ഇത് 2 നമുക്ക് ഉണ്ടാവൂലേ ദാനി? ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഉള്ളിൽ വേണമെങ്കിൽ കുറച്ചൊരു ഉരുളാക്കി വെക്കുന്നത്. ഉരുള എടാ മറ്റേ 2 മുട്ട വീങ്ങിക്കാണ്ട് വെച്ചാലോ? മുട്ടൊന്നും വേണ്ട, അതിൽ ഇത്ര വേണ്ട സാധനം. ആ അജ്ജല്ലേ ഉണ്ടാക്കണേ ഷെഫ്. ആറ്റ 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 നടന്നാ മതി. ഡാനിഷ് ഉണ്ടായോണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ ഒരു റൗണ്ട് പറഞ്ഞു. പിന്നെ ബെനുണ്ട്, കാര്യങ്ങളെല്ലാം നടക്കും. ക്യാമറന് മുമ്പ് കയറൂല, അതാണ് ഇഷ്യൂ. മാഹിർ വരണം. മാഹിർ എന്ന് വെച്ചാ മാഹിർ ആരാ പറഞ്ഞു കൊടുത്താ? മാഹിർ ആരോ ആണ്. എടാ മറ്റേ അമീതാക്കുന്റെ നമ്മളെ പറ്റി പറയും. കാക്കു ആള് ഭയങ്കര രസാണ്. ഇത്ര ലുക്കിംഗ് ഫോർ പ്രപ്പോസൽസ്. ഓക്കെ ഞാൻ പുതിയ ഹെൽമെറ്റ് ഏട്ടൻ വല്ല നോക്കില്ല. എത്ര പേരോ എന്റെ ഹെൽമെറ്റിന് എത്ര പേരോ എപ്പെടുത്തരാ? 1200. അല്ല അല്ല എന്നോട് ചോദിച്ചൂല, എന്നോട് പറഞ്ഞു. നീ ചോറേ ഏത് ബാഗന്റെ ഹെൽമെറ്റ്? വണ്ടിമ ഹെൽമെറ്റ് ഏതെന്നറിയില്ല. കൊള്ളാം. 1050 രൂപ. അല്ല പറഞ്ഞിട്ട് എനിക്ക് തെറ്റി. നീ തരൂല, നീ കഴിഞ്ഞ മച്ചത് കാണാം. പിന്നെ ഇതൊക്കെ എവിടെ കുയിക്കുക? ചിക്കൻ അതല്ലേ 150 ചങ്ങ 1111 ഉറുപ്പിയാണ് ആ ചിക്കന്. 1 കിലോനെ എല്ലാ 2 കോഴിക്ക്. ചിക്കൻ ആണെങ്കിൽ വെട്ടിക്കഴിയും ചെയ്തു. പൈസ കൊടുക്കാതെ ഒരു വിടൂല. മമ്മദ് വരുന്നുണ്ട്. അതാ മമ്മദ് കേറിയാണ്. മമ്മദിന് എന്താ പറയാനുള്ളത്? ഒന്നും പറയാലേ. എത്ര അഫ്ലു ജെംസത്തെ വലിയൊരാളാണ്. അഫ്ലു ഇല്ലെങ്കിൽ അവിടെ ജെംസ് ഇല്ല. അഫ്ലുവിന് ജെംസ് ഇല്ല. ഫ്രണ്ട് പറഞ്ഞോണ്ട് സംസാരിക്കരുത്. ആവശ്യത്തിന് മാത്രം ഗേൾഫ്രണ്ട് ആണ്. അപ്പൊ അഫ്ലുവിന്റെ ഗേൾഫ്രണ്ട് പറഞ്ഞ ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി എന്നാണ്. ഡാൻസ് എന്തായി? ഇതിപ്പോ കയ്യാനായി. കുട്ടിനെ പറഞ്ഞു ഇങ്ങനെ കൊണ്ടുപോകര മൈക്ക അങ്ങനെ കൊണ്ടുവരുത്തി. എവിടെയാണ് ക്യാഷ് പ്രൈസ്? മാരത്തോൺ ക്യാഷ് പ്രൈസ് ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഉണ്ട്, മെഡൽ ഉണ്ട്, ടീ-ഷർട്ട് ഉണ്ട്, വെള്ളം ഉണ്ട്, ഫുഡ് ഉണ്ട്. ക്യാഷ് പ്രൈസ് എത്ര ഉണ്ട് അറിയില്ല. എന്നാ 1 ഫെബ്രുവരി അല്ലേ? പോവാം. 10 കിലോമീറ്റർ. ഇത് നമ്മളെ മാര് എന്ന് പറഞ്ഞ വലിയൊരാളാണ്. നാഷണൽ പ്ലെയർ ആണ്. ബോക്സർ, പിന്നെന്തൊക്കെ മുവറ്റായ്, കിക്ക് ബോക്സർ എല്ലാതും ഉണ്ട്. മാരന് 10 കിലോമീറ്റർ ഒരു ഇതല്ല. ജെംസ് അഫ്ലു വരക്കുണ്ടെങ്കിൽ മലപ്പുറം കോളേജ് ആരാ? മാഹിർ അല്ല പിന്നെ ആരാ? ഞാനല്ല. കോൺഫിഡൻസ് ഉണ്ടാക്കിയ പേടിക്കാൻ പാടില്ല. ക്യാമറ പറയണം. ഇന്നത്തെ പരിപാടി എന്താ പറഞ്ഞു കൊടുത്താ? നമ്മളെന്താ ഉണ്ടാക്കണത് അത് പറയാം. എന്താ ഉണ്ടാക്കണത് അതൊക്കെ അറിയോ? നാണം കെടുത്തല്ലേ? മാന്യമായിട്ട് വന്നത് നാണം കെടുത്തല്ലേ പറഞ്ഞു.
അതൊരു സ്റ്റിൽ ഡൗട്ടിലാണ്. ജനലൊക്കെ തുറക്കണം വേണ്ട, അല്ലാതെ എങ്ങനെ അമിതാവോ? ഫ്രിഡ്ജിൽ എന്താ കൊടുക്ക ബാ. കുറെ സാധനങ്ങളുണ്ട്, അപ്പൊ ഒന്നും കാണിച്ചു കൊടുക്കണ്ട. തണുത്ത വെള്ളം മാത്രമേ. എടാ കൂൾഡ് വാട്ടർ ആണോ? കൂൾഡ് വാട്ടർ. മായർ ശരിക്കും JP കളിക്കുന്നുണ്ട്. ആ തണുത്ത വെള്ളം ഇതൊന്നും കുറച്ച് വെള്ളം കൊടുത്തു. ആർക്ക് ഗ്ലാസ്? ഓനിപ്പോ ഗ്ലാസ്സിലേക്ക് എന്താ കുടിച്ചാൻ തുടങ്ങി? കമത്തി കൊടുത്താ അങ്ങനെ പറയാ, ഞങ്ങള് പറയിച്ച് പറയില്ലത്. അതെന്താ റിഷാദ് ടിഷ്യൂ നനച്ചിരുത്തോടെ അതിലെ പോകുന്നു. ഒന്നൂടെ ഒന്നൂടെ. അല്ല സത്യം സത്യം കണ്ടന്റ്. അപ്പൊ അതിലേക്ക് വരാം. അപ്പൊ വീണ്ടും എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ നല്ല ഇടയിൽ പറയാലോ. അപ്പോ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്. വേറെ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ ടിങ് ടിങ് ആക്കണം. ടിങ് ടിങ്. ഓ റബാന ചൂർത്തിട്ട് ഫാൻ ഓൺ ആക്കിയാലേ കേൾക്കൂല. നമുക്ക് എന്നാലും ഫാൻ ഓൺ ആക്കി നോക്കാം. പാട്ടിട്ടതിൽ കേൾക്കൂല, തലക്കിട്ട് കൊട്ടിട്ടോ. വേണ്ട, കേൾക്കൂല. കോപ്പിറൈറ്റ് ആൾക്കാര് കാണുന്നതല്ല, യൂട്യൂബിലാണ് തരുന്നത്. അറിയോ ലഭ്യ പറഞ്ഞോടത്ത് ഓനക്ക് എന്തെങ്കിലും അറിയോ? അറിയില്ല. ആ അനക്ക് എന്തെങ്കിലും അറിയോ? ചോദിച്ചോനോട്. അത് കുടിച്ച് എന്തെങ്കിലും ചോദിക്കും. ആറ്റന്റെ ഒക്കെ കിട്ടണ്ടിരുന്നു. ആയിട്ട് ചോദിച്ചത്. ഓക്കേ. ആയി. ഇനി നമുക്കിത് മഡ്ഡാക്കാൻ കൊണ്ടുപോകാം. എന്നാ പറ. അപ്പൊ ഗൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മഡ്ഡാക്കാൻ കൊണ്ടുപോകാം. മഡ് അങ്ങനെ ആക്കല്ലേ ചെയ്യാ. അപ്പൊ എന്തൊക്കെ വാഴയിൽ പൊതിയുന്നു, എന്നിട്ട് ഫോയിൽ പേപ്പറിൽ പൊതിയുന്നു, എന്നിട്ട് മണ്ണിൽ പൊതിയുന്നു, എന്നിട്ട് കുഴിച്ചിടുന്നു, എന്നിട്ട് വിറകിടുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് വീഡിയോ ഉണ്ടല്ലോ, കേട്ടാ മതി. ഞാൻ മാറിക്കട്ടെ കുറച്ച്. ഈ എഡിറ്റ് ഞാൻ ചോദിച്ചോടി, ഈ വീഡിയോ ഇറങ്ങൂല. എന്താ പറയണ്ടേ? ഞാൻ സാധനങ്ങൾ ഇട്ടുതരാം, ഇതിൽ പറയും. എന്നോട്ടാണ് തുടങ്ങിയത്? ഇവർ എന്നോട്ടാണ് ഈ ഡാൻസ് കാര്യങ്ങൾ തുടങ്ങിയത്? ഇപ്പോ വീഡിയോസ് ഉണ്ടാകണി, പാട്ട് കാര്യങ്ങൾ തുടങ്ങിയത്, ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത്? എനിക്ക് എത്ര വയസ്സായി? ഇതിപ്പോ എന്തൊക്കെയാ എങ്ങനെ നിങ്ങൾ സ്റ്റാറ്റസ് കാര്യങ്ങൾ പറഞ്ഞു? ഇറക്കി വിട്ടതിനെ അറിയിക്കാല്ലോ. ഇത് കൊണ്ട് പുറത്തേക്ക് പോകും. ബാക്കി ബാക്കി ഓലോട് സെറ്റ് ചെയ്തോളും. നമുക്ക് പുറത്ത് കുഴി എടുക്കേണ്ട സ്ഥലം നോക്കാം. ഇങ്ങ പോത്തെ ഇങ്ങോട്ട് വരുമോ? ഇവിടെ മതി നോക്കാം. എന്നാ നിങ്ങൾ അവിടെ പോയി കണ്ട് വ്ലോഗ് ചെയ്തേ. എന്താ അന്യം കുട്ടിയെ? നമുക്ക് സ്ഥലം വേണം ഗൈസ്. എവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോണത്? സ്ഥലമാണ് ഇപ്പൊ ഇങ്ങനെ നോക്കണത്. ഇവിടെ കുത്തിയ ശരിയാവില്ലല്ലോ ബാസില്. അഫ്ലി ഇവിടെ 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 ചെയ്താൽ മതിയോ? കോയിനെ ഇവിടെ കുഴിച്ചു മൂടിയാ മതിയോ? എവിടുന്ന വെട്ടണ? എവിടുന്ന പിന്നാലെ പോരെ. അപ്പൊ ഗൈസ് നമ്മൾ പോവാണ്. അപ്പൊ ഗൈസ് നമ്മൾ പോവാണ്. നമ്മൾ എങ്ങോട്ടാണ് പോണത്? വാനിലോട്ടാനെ. നമ്മൾ വായിൻ്റെ വെട്ടാനാണ് പോകുന്നത്. ദിനുക്കാക്കും പറഞ്ഞു. ഇനി നമ്മളെ വീട്ടിൽ വാഴയില്ല. വാഴക്ക് പകരം അവിടെ ഒരു ബയ്യുണ്ട്. അപ്പൊ നമ്മള് ഷിനാസ് വാഴ നമ്മളിപ്പോ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്.
എനിക്കില്ലട്ടോ. ഗായ് 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 ഞാൻ ഗായ് മാത്രമേ പറഞ്ഞു. എനിക്കിതാ. എനിക്ക് അഫ്ലൂനൊക്കെ എടുത്താ ബാക്കി എനിക്കിതാ. അപ്പൊ നമ്മള് ഇത് ശരിയാണ്. വെട്ടി വെട്ടി നുറുക്കിയെടുക്കുകയാണ്. നുറുക്കിയെടുക്കാലോ, നുറുക്കാനും പറ്റും. ചക്ക, കുഞ്ഞു ചക്ക. നമുക്ക് മറ്റേ ഇതിടാം കേട്ടോ. മറ്റേ പാട്ട് പാടി നടന്ന് രണ്ട് മൈക്കായി അറിയാം. പക്ഷെ എനിക്ക് ഒന്നുകൂടി അതിന് കാരണം ഞങ്ങൾ ഈ ഫിഷ് ടാങ്കിൽ ഫിഷ് ഉണ്ടോ? അതിലും പറഞ്ഞ കേൾക്കും. ഹലോ കേക്കുണ്ടോ? പൊട്ടനാണല്ലേ ചേച്ചി. അവിടെ കീറാല്ലേ അത് ശരിക്കും കുടിക്കാറ്റെ. അപ്പൊ ഇനി നമ്മള് അപ്പൊ നമ്മള് വലിയൊരു കുഴി കുത്തുക, ചിക്കൻ അതിലിട്ട് മൂടാം. വായന്റെ വെച്ചിട്ടാ മൂടല്. ആ അപ്പൊ ചിക്കനും കുഴിച്ചു മൂടിട്ട് വരാം. നിങ്ങൾ രണ്ടാൾക്കാരും പറ്റൂല്ലോ. എന്താ ഒന്ന് മതി. ഒന്ന് മതിയോ? അപ്പൊ ഒന്ന് മതി എന്നാ പറഞ്ഞത്. ഒന്നുമ പിടിച്ചാ രണ്ടെണ്ണം കിട്ടിയല്ലേ സുഖം ഉണ്ടാവുള്ളൂ. റോഡ് കേറി പോനി പഞ്ചായത്തിന്റെ ഇതില് ഒമ്മറിഞ്ഞാട് വൈഡിലെടുക്കാം. ഞാനും ഉണ്ട്. അല്ലെ വേണ്ടല്ലേ ഇജ്ജ് ഒറ്റക്ക് മാസം ഇട്ടു. കൊട്ടി പറഞ്ഞ എല്ലാം കൂടെ പൊട്ടിനാലോ ഇവിടെ തട്ടിയടാ. നീ ഞാൻ പക്ഷെ എന്റെ ചെരുപ്പ് പൊട്ടാൻ കേൾക്കണു. അത് മാസ് ലഭിങ്ങട്ട് വാനി മറ്റേ തൊടുരുമില് മോഹൻലാല് അതിന്റെ അടിയിൽ നിന്ന് ചാടുന്നില്ലേ, ആ ഒരു ചാനലിന്റെ അടിയിൽ നിന്ന് ആ സെയിം സാധനം. കണ്ണൂവേ കണ്ണാടി ഇതൊന്ന് കൊണ്ടേ കൊടുക്കോ? ഇതൊന്ന് കൊണ്ടേ കൊടുക്കും. അമ്മതാക്കും ഇതൊന്ന് കൊണ്ടേ കൊടുക്കും തിരുക്കാക്കൂന്. അവിടെ ലവ് ചാടുകയാണ്. ഇങ്ങനെ പിടിച്ചോടുത്ത ചാടും. നോക്കട്ടെ. ചാട് ലഭ്യ ചാട്. ഓടെ എല്ലാരും അവിടെ എന്തോ പണിയെടുക്കാണ്. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഇനി പൊട്ടത്തരം കാട്ടുണ്ടാവും ചിലപ്പോ. ഞാൻ കഴുകി ഇപ്പൊ തന്നെ അല്ലേ തിനക്കോ അവിടേക്ക് കൊണ്ടുപോയിട്ടാണ്, മണ്ണുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാണ്. ഈ അതൊന്നും തുടക്കണല്ലോ, അതിനൊരു ഇതുകൊണ്ടാ ശീലത്തില്. അപ്പൊ ഗൈസ് അവിടെ അഫ്ലു ഭയങ്കര മനക്കെട്ട് മുണ്ടെടുക്കുന്നുണ്ട്. ആ അഫ്ലു കാക്കു give respect and take respect. Take respect. എനിക്ക് ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഇറങ്ങിയിട്ട് പിന്നെ നല്ല പടം എന്ന് പറയുകയാണെങ്കിൽ
എനിക്കെന്റെ ഫേവറേറ്റ് ആണ്. പണ്ടത്തെ മലയാള പടം എന്ന് പറയുമ്പോ ഗോഡ് ഫാദർ. അഫ്ലു കരിക്കരുത് ഇട്ട മുത്തേ. അല്ല ഇങ്ങോട്ട് കേക്കും ഒരുവിധം സൗണ്ടില്ലല്ലോ അതുകൊണ്ട് കേക്കും. ഓൾക്ക് എന്ത് ഓള് വാങ്ങിയോ? ലവിമോൾക്ക് വാങ്ങി. ലവിമോൾ അന്നോള് വാങ്ങില്ല. പാട്ടാടെ ഏത് പാട്ട്? പാട്ട് വേണ്ട. പുതിയത് പാട്ട് ഉപ്പാന്റെ പാട്ട് പാടത്തെ. അത് നമ്മള് റിലീസ് ചെയ്തില്ല. വേറെ പാടെ ഏത് പാട്ടാ പിന്നെ? ഉമ്മാന്റെ പാടാ. ഉമ്മാന്റെ നമ്മൾ ഇപ്പഴത്തെ റിലീസ് ചെയ്തുള്ളൂ. വേറെ പാടെ റങ്ക് പാടെ. ഇവളിപ്പോ ഒരു പാട്ട് പഠിച്ചില്ലേ? കല്യാണി പാടാ. എന്നാ ഇങ്ങോട്ട് രണ്ടാൾക്കൊപ്പം പാടും. ഞാൻ എടുത്തോളാം. കുഴി കണ്ടപ്പോ അടിവയറ്റിൽ മണ്ണുള്ള രാത്രി നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചുള്ള രാത്രി കരിമിഴിയുള്ള കളപാണി കക്കൂന്തൽ കണ്ടപ്പോ കണ്ണു അടക്കി ചിരിക്കല പെണ്ണ കല്യാണി നിന്റെ മാറുന്ന പുള്ളി എന്നെ നീ കുടിക്കിന്റെ കണ്ണിലെ നിറം കണ്ട് കയ്യിലെ വള കണ്ട് കാലിലെ കുലിച്ചിട്ട് എന്നെ നീ കുടിക്ക് അറിയില്ല കെട്ടി കിടക്കുമ്പോ എനിക്കെന്റെ മോഹങ്ങളാണ് കൊട്ടി ഒഴുകുമ്പോ നോക്കില്ല നീ ഒരു തീ നോട്ടത്തിൽ മന കൊണ്ട് ചങ്കത് പെടക്കണ നോക്കല്ല നീ ഒരു തീ ഇടിമിന്നലാടി നിനക്കെന്ത് പേടി കഥ കടച്ചോടി അടുത്തു നീ വാടി കവിതകൾ പാടി നരക്കിട്ട് തേടി നിൻ മുടിയിലെ സുഗന്ധത്തിൻ രാമജൻ തേടി നിരമ്പുകളിൽ ചുടിച്ചോരെ ഒഴുകുമ്പോ പരമാനന്ദര സുഖമത് തേടുന്നു മോഹങ്ങൾ കവിതകളാടുന്നു ഒള്ളൊന്നറിയാൻ നിന്നെ നെഞ്ചിടയുന്നു കണ്ണാടി മിന്നുന്ന വെള്ളാരം കണ്ണുള്ള ചേലത്ത വേന്ന പെണ്ണ നിശ്രൃംഗാരി മുട്ടോളം മുടിയുള്ള കാണാൻ അഴകുള്ള നീല മുടിയുള്ള ശൃംഗാരി കരിമിഴിയുള്ള കളവാണി കക്കൂന്തള്ള കണ്ടപ്പോ ഇവിടെ എന്തൊക്കെ പറയാനുണ്ട്. ഇവിടെ മൈക്കിനെത്തിയപ്പോ ഫുൾ സൈലന്റ്. വീഡിയോയില് കൊടുന്ന അബനാണ് പണ്ടത്തെ പോക്ക്. ഓല്ലേ ഓനൊരു അടിപൊളി ബോക്സറാണ്. ഓന്റെ ഹുക്കിലുണ്ടോ ഓന്റെ എല്ലാം എവിടെ വെച്ചാലോ ഓന്റെ ഒപ്പം പോന്നീനു. അന്ന് പിന്നെ ഓന്റെ തിരക്കാര പ്രഷറും കൊണ്ട് ഓൻ നിർത്തിയതാണ്. ഇപ്പൊ പറയാത്ര ഡെയിലി പോവാറിനപ്പോ ഓനക്കൊരു മടി അങ്ങനെയാണ് നിർത്തിയായിരുന്നു. ഞാനിപ്പോ എത്ര 3 കൊല്ലം കൊറേ അച്ചീവ് ചെയ്തു. മതി എവിടെ അടി വാങ്ങാത്ത പറഞ്ഞ മയറേ. ഞാൻ എന്തേലും പറയട്ടോ മാത്രല്ല കൊടുക്കലേ മയറേ. 2 അടി കൊടുക്കും. ബാക്കിയത് ബാക്കിയും കൊടുക്കും. 2 എണ്ണം എടുത്തിട്ട് 2 എണ്ണം. സാൽബാക്കെന്ന് പറയാല് നാണക്കാരൻ മൈക്കതാ പറഞ്ഞ ഓണാണ് പോവല്ലേ വാ വാ വാട്ടാൻ വാട്ടാൻ കൊണ്ടേ വാട്ടിക്കൊണ്ടേ എന്തിനാ പൂത്ത് കണ്ടോണ്ടിരുന്നു. വിമോൾ നിങ്ങളൊക്കെ വാഴന്റെ ട്രങ്കാണ്. അപ്പൊ ഞങ്ങൾ വാഴന്റെ നമ്മളെ തിരുകാക്കൂടെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കൂട്ടത്തിലുണ്ടോ അങ്ങനെ ഓരോരുത്തർ? നമ്മളെ കൂട്ടത്തിൽ അതാരാ? അതുകൊണ്ട് നമുക്ക് ഇതൊന്നും കാണിച്ചണ്ടേ? മെൻഷൻ ചെയ്തിട്ടില്ല. ഓൻ കൊറേ എന്താണ് ഇങ്ങോട്ട് കാണിച്ചു. അക്കാഡമിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഓനെ വീഡിയോ എടുക്കേ
പിന്നെ എന്തോ എറണാകുളത്തെ ഏതോ വലിയ ക്ലബിലുണ്ടായിരുന്നു. വലിയ ക്ലബിൽ ഫുള്ള് സ്റ്റെഫ് ചെക്കന്മാരായോണ്ട് ഓനോടൊന്ന് പോന്നു. സ്റ്റെഫ് അങ്ങനൊന്നുമില്ല, നല്ല പയ്യന്മാരുടെ ബാസിക്ക്. ഞാൻ നേരെ പറയാം. സ്റ്റെഫിന്റെ സ്പെല്ലിംഗ് പറ. STUFF. നീ അഫിലൊന്ന് പറഞ്ഞ. എനിക്ക് ജലദോഷ. നീ ലെല്ലോന്ന് പറഞ്ഞ. എനിക്ക് മൂക്കടപ്പ. ഒന്നുകൂടി. അപ്പൊ അതാ കൈനോണ്ട് നിൽക്കുന്നു. ഒന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിക്കണ്, ഞാൻ അടുത്തത് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. ഡാൻസ് ഇപ്പൊ കയ്യിലടാ. ദിനുക്കാക്കു ഓനെന്നെ പണിയെടുക്കണേ. നിങ്ങളൊക്കെ എന്തിനാ പറ്റിയ? അഫില് കൊറേ വീഡിയോ എടുക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും ഇറങ്ങിയാ കാണാം. അത് ഞോന് ഷെറിന്റെ കാര്യമാണോന്നാവും. അഫില് ഇവിടെ ഇറക്കിയ വീട് 4 ആൾ കണ്ടോളൂ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ചെയ്ത് രാത്രിയായി. പിന്നെ ഇപ്പൊ നമ്മൾ മണ്ണ് തേക്കാണ് നമ്മുടെ ഫോയിൽ പേപ്പറിൽ. ബയ്യ അവിടെ മണ്ണ് തേച്ചോണ്ടിരിക്കുന്നുണ്ട്. ബൈക്ക് പിന്നെ മണ്ണൊക്കെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ബയ്യ പരിപാടി ചെയ്തോളും. ഇതാണ് നമ്മൾ ഇടാൻ പോണ കുഴി. കുഴി ഇതാണ് ഗൈസ്. എന്താ പറയാ, ഉസാറുള്ള പരിപാടിയാണ് അറിയാം. ബാസി അപ്പൊ നമ്മളപ്പ അവിടുന്ന് കിച്ചണിന്ന് ഇങ്ങോട്ട് വാ. നിങ്ങൾ ഇങ്ങനെയാണ് പറയണ്ട കേട്ടോ. മകള് വരൂ. നമ്മളവിടുന്ന് കിച്ചണിന്ന് പരിപാടികൾ കഴിഞ്ഞു. നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നേരത്തെ എടുക്കാൻ പറ്റില്ല, എക്സാം ആണ്. കുറച്ച് നേരം ഇരുന്ന് പഠിച്ചു. പിന്നെ ദാനിമാര് ഉണ്ടായി എന്താ കുളിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളപ്പോ ആ ടൈമുണ്ട്. ലെല്ലു, അഫ്ലു, മുഹമ്മദ്, ബാസി പിന്നെ ജുസേൽ. ഞങ്ങൾ പോയിട്ട് നമ്മൾ എന്തോടുന്നു പാടത്തുനിന്ന് എന്തോടുന്നു ചേറുണ്ടോ. ഇപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ ഒരു കുഴി ഒഴിച്ചു. ലെല്ലു ഇതാ പോൾ പേപ്പർ എല്ലാം ചെയ്തിട്ട് അതിന് കൂടെ എന്താ ചെയ്യണ ലെല്ലു? ഇനി അടുത്ത് എന്താ പരിപാടി പറഞ്ഞു കൊടുക്കുക? നമ്മൾ ആരെ കാത്തിക്കണേ പറഞ്ഞു കൊടുക്കുക? നമ്മളിപ്പോ ദിനുക്കാക്കുനെയും മാഹിർ കാക്കുനെയും കാത്തിരുന്നു. മാഹിർ കാക്കു എത്തിയിട്ടുണ്ട്. ഞാൻ കുളിച്ചോ? അത് ശരിയാണ്. അതായത് ഇത്ര കുഴിച്ചതിന് ഇത്ര ഉണ്ടായില്ല. നേരെ ചാടിക്കാണ്. ചാടിയത് അവിടെ അല്ലേ? ദേഷ്യപ്പെടുന്നു. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഓ നമ്മള് ചെയ്ത് വെച്ചത് അലമ്പാക്കുക. അഫ്ലുവിനെ മൈൻഡ് ചെയ്യണം. ക്യാമറ തിരിച്ചു വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ ഇത് ഇനി 11 മണി 12 മണി ആയിട്ട് കഴിയുന്നു എനിക്ക് തോന്നുന്നില്ല. ആരെയ്യുന്നു? ഇതാരെ പ്ലാൻ ചെയ്ത് നടത്തണെന്ന്? ഇതാര മസാലയാണ്? ആരെ ചിക്കൻ വാങ്ങാൻ പോയി? പ്ലാൻ ഇട്ടത് ഞാൻ പ്ലാന് പറഞ്ഞിട്ടുള്ളൂ. ആരെ എക്സിക്യൂട്ട് ചെയ്ത്? ഞാൻ. എവിടെ? എക്സാമിന് പഠിച്ചോ? ഞാൻ ചോദിക്കാം, എന്റെ ശരിക്കുള്ള പേര് മൗന. താങ്കൾക്ക് എന്താണ് നാളെ എക്സാം? എനിക്ക് ഇംഗ്ലീഷ് എസ്എസും. പഠിച്ചു. എപ്പോ? നേരത്തെ നിങ്ങൾ കുറെ നേരം പോസ്റ്റ് ആക്കി. ഗെയിം കളിച്ചില്ലേനോ? ഞാൻ പഠിച്ചു. കാക്കുവായതിൽ എനക്കെന്താ മാറുന്ന കാക്കുവായതിൽ എനിക്കെന്താണ് പറയാനുള്ളത്? ഇതിൽ എന്റെ അനിയത്തികൾ പഠിക്കണില്ല. പഠിത്തം വളരെ കുറവാ. അതെ. ഈ പ്ലസിന് എത്ര പ്ലസ്? എനിക്ക് അങ്ങനൊന്നുമില്ല കേട്ടോ. ലെല്ലു ഭയങ്കര ബിസിനസ് മൈൻഡുള്ള ആളാ. പഠിത്തത്തിലൊന്നുമല്ല, കഴിവിലാണ്. ചെക്കൻ ഓനക്ക് തട്ടുണ്ട്. എനിക്ക് അതുണ്ടോ? നീണ്ടോ? ഓനക്ക് തൊഴുത്താ. അല്ല, അനക്ക് എന്താണ് എക്സാം? ഈ പഠിച്ചോ? മാത്സ് ആണ് എക്സാം. നാളെയാണോ? മാത്സും വേറെ ഏതൊരു എക്സാം ഉണ്ട്. എന്നിട്ട് പഠിച്ചോ? പഠിച്ചിട്ടേ ഇല്ല. എനിക്ക് മറ്റന്നാളാണ്. നാളെ പഠിച്ചാലേ എനിക്ക് എന്റെ തലേ കയറുള്ളൂ. എനിക്ക് ഇത്ര കാലമായിട്ട് കാറ്റിന്റെ ഡോഗിന്റെ സ്പെല്ലിങ് മാത്രമേ അറിയുള്ളൂ.
കാറ്റിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ CAT cat ഡോഗിന്റെ സ്പെല്ലിംഗ് പറഞ്ഞ DOG അനി മാറുകാക്കിനോട് വെക്കാണ്ട് സ്പെല്ലിംഗ് ചോദിച്ചു. കാറ്റിന്റെ സ്പെല്ലിംഗ് പറ കാറ്റിന്റെ CAT കാറ്റ് dog DOG ഡോഗ് DOG ഡോഗ് DOG okay the cat is running സ്പെല്ലിംഗ് ആണോ? THECATIS RUN. അപമാനിക്കരുത് കേട്ടോ ആരും ഇങ്ങോട്ട് വന്നു. okay പറഞ്ഞോടുക്കാട്ടോ the cat is running spelling Cat is running. CAT cat. IS is. da Cat is ഇതാണുണ്ടോ? അപ്പൊ എത്തട്ടെ. ഇതാ cat is THE ഇതാ CAT cat. IS is. Cat is running. RUNNING. വിറക് കൊണ്ട് ടോർച്ച് വേണ്ട, അല്ലെങ്കിൽ പാമ്പ് കടിച്ച് അവിടെ കിടക്കും. ഫ്ലാഷ് അടിക്ക് ബ്രോ, ഫ്ലാഷ് അടിക്കുക. കൈ നാകെ ചാടി. ഇങ്ങനെ ചെറിയ കളിച്ച ചടിയല്ലാതെ പാലാവും. ആർക്കും കാണുമൊന്നും വേണ്ട, എന്റെ തടി വെച്ചിട്ട്. അപ്പൊ ഗൈസ് ലെല്ലോ ഇവിടെ ലെല്ല് മാത്രം മതി, ബാക്കി എല്ലാവരും നടക്കും. പോവാണ്. ആരും നിക്കട്ടെ, പോരും ഒറ്റക്ക് തൊഴിൽ. ഹലോ, അപ്പൊ ഗൈസ് നമ്മള് വീടിന്റെ ബാക്കിലേക്ക് പോവാണ് വിറകെടുക്കാന്. അത് തേങ്ങയാണ്, വിറകല്ല. അതും എടുക്കണം, അതെടുത്തോളി. എടുത്തോളി എടുത്തോളി. നിങ്ങൾ ഈ ഫോണും പിടിച്ചെടുക്കാതിരിക്കത്. അല്ല വേണ്ട. കം ഹിയർ, ടേക്ക് ഇറ്റ്. ലഭിന്ന ചകിരി ചകിരി ഓക്കെ ഓക്കെ നമുക്ക് ചകിരി ഒരു 2-3 തേങ്ങ എടുക്കാം. പോരി ചകിരി പോവാ, കുറച്ച് പോവാ. ഈ സാധനം കുറച്ച് അടങ്ങിയിരിക്കൂല. പോരി പോവാല്ലോ, പോകാണ് നമ്മള്, പോകാണ് ചിത്തിരിന്റെ വീട്ടിലേക്ക് പോകാണ്. പണിക്കാരി ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ടോർച്ച് ഉണ്ട് കേട്ടോ ഇവിടെ. എന്നല്ലോ ഇതിവിടെ അടിച്ചെടുക്കാം കേട്ടോ. മൈക്ക് ഇവിടെയാണ്, ഇങ്ങോട്ട് പോയി. ലെല്ലൂട്ടൻ ഇവിടെ മൈക്ക് മണ്ണിങ്ങനെ കുഴച്ച് അമ്മ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ ബ്രോ ഇവിടെ തേങ്ങ കൊണ്ട് കുഴി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചില ആൾക്കാരൊക്കെ പോകുകയാണ്. ഇങ്ങോട്ട് വരൂ. പോകി 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 പോകി. നമുക്കിവിടെ തേങ്ങ കൊണ്ട് പോരി, നമുക്ക് പോവാ പോവാ. പോകാൻ നമ്മള് പോകാൻ വീട്ടിലേക്ക് പോകല്ലോ. ഒന്നും കൂടി എടുക്കട്ടെ, 2 ഐ ചിലത് മപ്പൊക്കെ ഉണ്ട്. ആ പൂർണ്ണക്ക് പോരിക, പോരി നമുക്ക് പോവാല്ലോ. കാണാം. പിടിച്ചോ, തേങ്ങന്റെ ഇതൊക്കെ സെറ്റ് ചെയ്തു. ഇനി എടുക്കണ്ട കുറച്ച്. നമുക്ക് അമ്പിടിക്കടി കളിക്കാം. അമ്പിടിക്കടി ഇമ്പിടിക്കടി. ആണിമ ചവിട്ടല്ലേ, ഒരു ചാതി ഇവിടെ ഇങ്ങനെ ഇരുന്നട്ടാ. ഞാൻ ഇവിടെ ഇരിക്കാം. ആവശ്യമുണ്ട്. പോടാ
ഒരു ചാവി ചാവി ഭയ്യ ഒരു ചാവി ഭയ്യ 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 ഞാൻ മടിയിരിക്കട്ടെ. ഇവിടെ തീ എത്തിച്ചാണ് എന്റെ കുട്ടിയെ. എന്റെ കുട്ടി ഇവിടെ കേട്ടോ. ഇതെന്താണ് അറിയാം നിങ്ങക്ക്? എന്താ? വെളിച്ചെണ്ണ. അയ്യേ, ഇതെന്താ ഒക്ടോബസിന്റെ അപ്പിയോ? അടിപൊളി. എന്തിനാ ഒക്ടോബസിന്റെ അപ്പിയൊക്കെ ഓടുന്ന വെച്ചേക്കണു? മണ്ണില്ലേ മേലപ്പുടി ഞാൻ ഒന്ന് ലാവിശ അങ്ങനെ കൊടുന്നതല്ലേ ഞാൻ ജെല്ലിയാണോ? ഇത് തിന്നാൻ പറ്റുവോ? അയിമ മാറിക്ക് ഇത് തിന്നാൻ പറ്റുവോ? ചിന്തിക്ക്. ലെല്ലുവിന്റെ വരി ആവല്ലേ? ആരാ? ഇവിടെ മൈക്കണ്ടേ? ഇതേ കൂടി പറ, ഇതേ കൂടി പറ. ചോരായോ? ഇല്ല, ചോറ് ഇല്ല. ചോറില്ലേ ഇല്ല. ആയിട്ടില്ല. ആവോ കടക്കാൻ നേരത്ത് വരും. കിടക്കാൻ നേരത്തോ എപ്പോഴാ 12 മണി. കഴിഞ്ഞിട്ടില്ലേ? അല്ല, ഒരു മണിയൊക്കെ ആവും. ഉള്ളപ്പത്തില്ലേ? ഒക്കെ ഇജ്ജ് കഴിക്കില്ല എപ്പഴാ ആവുള്ളൂ? അല്ല ഞാൻ അല്ല ഒന്ന് നോട്ടെ ഇത് സെറ്റപ്പ് അതാ ആണിണ്ട്, ആണിണ്ട്. ആണി, ആണി. ഇങ്ങട്ടാ? ഏ ഷായിനി കറി പറ. കാര്യോ ഇപ്പൊ ഇവിടെ കത്തിക്കുകയാണ്. ഇതിപ്പോ കത്തും. കത്തി കത്തി. അപ്പൊ തുടങ്ങി. എന്തെങ്കിലുമൊക്കെ പറയും. ഓക്കെ ശ്വാസം. ആ ശ്വാസകോശം സ്പോഞ്ച് പോലെ. ഓ ലെല്ലു കറിയണം. എടാ നമ്മളെ കുട്ടികളെ പുതിയ ബാസി കുട്ടികളെ പുതിയ സംരംഭത്തിനെ പറ്റി ഷായ്. ഏത് സംരംഭം ഇത് വ്ളോഗാണേ. ഇതിന് മുമ്പ് ഒരു വ്ളോഗ് ഇട്ട് നിങ്ങൾ കണ്ടോ? ഓ കിടിലം വ്ളോഗ്. ലെല്ലു വണ്ടി ഇടണല്ലേ ഒരു സൈഡ് മാത്രം ഖലീഫോ ആരെ ഖലീഫ് ഖലീഫാക്ക് എത്തിയിട്ടില്ല. എന്താണ് യൂട്യൂബ് ക്ലാസ്സിലെ 70 പ്രോ എടുത്തോ എവിടക്കില്ല ഞങ്ങള് വേറെ സംസാരിക്കണേ. ഇതൊക്കെ ഇതില് പറഞ്ഞോ. യൂട്യൂബിൽ വരുമോ? ഫേമസ് ആവോ ഞങ്ങള്? ഞങ്ങള് യൂട്യൂബിൽ വരുമോ? ഫേമസ് ആയപ്പോ എന്താ Subscribe ചെയ്യാ ചെയ്യും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബെല്ലൈക്കൺ അടിക്കും ലൈക്ക് ചെയ്യും എല്ലാം ചെയ്യും ഒരു പ്രശ്നാവൂലേ? അങ്ങനൊക്കെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു അപ്പൊ തിരിച്ചോണ്ട് നമ്മ എന്തെങ്കിലും പറഞ്ഞു കണ്ടോ ഒരു അരമണിക്കൂർ തന്നെ എല്ലാം സെറ്റ് ആവും. ആ ഉണ്ടാവും. വിറകോ നമ്മളേ ആ 1 മണിക്കാവൂടാ എത്തി വിറകെന്താവും? നമ്മളാ ചകിരി വെച്ചിട്ടില്ലേ? ചകിരി ഒന്നിട്ട് കത്തി നേരം ഒന്നിട്ട് ഹീറ്റായി കിട്ടട്ടെ. നമ്മളാ വെച്ചേരിയ എന്നിട്ട് നമ്മളെ കൂടെ പിന്നെ വറുകള് കൊത്തി കൊത്തി മാരകാക്കൊക്കെ ഉണ്ടല്ലോ, മാരകാക്കൊന്റെ ഒക്കെ ബോക്സർ ബോഡി ഒരു ഇടി അങ്ങനെ പൊട്ടിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ എടുത്തിടും. അങ്ങനെ എന്താ എന്റെ അഭിപ്രായം? അവിടെ ഇരിക്കേ ഇവളെ റേഞ്ചിക്ക് വാ താവേ. അപ്പൊ അങ്ങനെ ആസ്തറ്റിക്ക ഫുള്ള് തെങ്ങല്ലേ പ്ലാവ്. അപ്പൊ അങ്ങനെ സമയം എടുക്കട്ടോ. നാളെ എനിക്ക് പരീക്ഷ അല്ലേ? നിങ്ങൾക്ക് തിന്നാൻ കിട്ടൊക്കെ തോന്നില്ല. ഞങ്ങളിന്ന് കടങ്ങിട്ടോ. ഞാൻ ഈ യുഗത്തേക്ക് എത്തിയില്ല. ഞാൻ കുടിച്ചിറങ്ങൾ പറഞ്ഞോടി.
ആ ഇപ്പൊ ഇതിങ്ങനെ കത്തുന്നുണ്ട്. നമുക്കിപ്പൊ ഇത് ഇങ്ങനെ കത്തണം കണ്ടിട്ട് ലബിനെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊല്ലാനൊക്കെ തോന്നും. പക്ഷെ അവൾ കൊല്ല സ്വഭാവം കൊണ്ട്. ഓള് ഇന്നെ ഏറടിച്ചിരിക്കാണ്. ഓളെ ജേണലിങ് ബുക്ക് ചെയ്യാനാകെ വരണേ. മനഃപൂർവ്വം ബ്ലാക്ക് മാർക്കറേറ്റ് ഇങ്ങനെ വരണിക്ക് എല്ലാ പേജും മറിച്ചുകൊണ്ട് അതിനുള്ള ഒരു സ്ക്വയർ പോലും വെറുതെ വിടാതെ ഒക്കത്തിലും വരണിട്ട്. ഓളെ എനിക്ക് ബാലവിശാണുകളെ 3 എണ്ണം മഞ്ചും തിന്നു. 3 മഞ്ചും. മഞ്ച് പിന്നെ തിന്നാനല്ലേ? ഞാൻ തിന്നാൻ വെച്ചതല്ലേ. നിങ്ങളെ ആരെ ഭാഗത്താണ് തെറ്റി? ഇവിടെ മാത്രം മഞ്ച് ഇനി കിട്ടാ തിന്നാ. ഒരുപാട് മാസങ്ങൾ എടുത്ത് ഉണ്ടാക്കിയ ബുക്ക് ഇനി തിരിച്ചിട്ടു. ഞാനിപ്പോ കരഞ്ഞത് കരച്ചിലൊക്കെ കഴിഞ്ഞു. ഇവിടെ മരിക്കാവില്ലോ തൊട്ടപ്പ കരയില്. കരച്ചിലൊക്കെ കഴിഞ്ഞു. കണ്ണിന് വെള്ളമൊക്കെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആ അതല്ലെല്ലു വറകുകൾ വെച്ചു. വറകുകൾ മണ്ണില്ലാതെ വെള്ളം കണ്ടുവെക്കില്ല. ലെല്ലു പൊട്ടിക്കേണ്ടി വരും മൊത്തം. ഇല്ലടാ അത് റെഡി ആവില്ല. ഇനി ആ കുണ്ടുക്കുള്ള മണ്ണിറക്കല്ലേ. ഒരു കാര്യമില്ല. ഇത് ആരാ ഐഡിയ ചെയ്യുന്നു? എന്നാ വെച്ചോടാ. അടിപൊളി ലെല്ലുവിന്റെ ഐഡിയ. ഓനക്ക് വിഷമണ്ട. ഇതിന്റെ മുകളിൽ കൂടി നിങ്ങളെ ബയ്യന്റെ ഐഡിയനെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? ഇത് കത്തുവാണോ? തുടങ്ങിയപ്പോഴും കാര്യമില്ലല്ലോ ഇപ്പൊ നിങ്ങള്. ഇതിന് വന്ന് വേവാത്ത ചിക്കൻ കിട്ടിയാലേ കാര്യം പ്രശ്നം. അല്ല എന്തായാലും വേവാതക്കൂല. ചിക്കൻ കരിഞ്ഞാലും വേണ്ടില്ല വേവും. ചിക്കൻ അല്ലല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചോര ഇങ്ങനെ തെറിച്ചാണ്. തിന്നോ? ഞാൻ അല്ലേലും ഇതൊന്നുമില്ലല്ലോ. ഇജ്ജുണ്ടാക്കണല്ല എന്റെ മസാല. ഇജ്ജിന്നോ? മസാല ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ മനസ്സിലായി. ടേസ്റ്റ് ഉണ്ട് അല്ലേ? ടേസ്റ്റ് ഇല്ലാന്ന് മനസ്സിലായി. പിന്നെ എന്തിനീ തിന്നണു? ഞാൻ നിങ്ങൾ കുറച്ചേരം ഇരിക്കുക. അത്തിക്കാപ്പിനെ പോയി ഇതിലൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അപ്പൊ വരുമോ അത്തിക്കാക്കു. അസ്സലാമലൈക്കും. ഇതാണ് നമ്മളെ നാടിന്റെ അത്തി എന്ന ഈ പറ. ബാക്കി എല്ലാരും ഇപ്പൊ റങ്ക് കയറി നിൽക്കുകയാണ് സംസാരിച്ച്. ഈ പറ എന്താണ് കുട്ടികളത്? കുട്ടികളുടെ അടിപൊളിയാണ്. അങ്ങനെ നിർത്തല്ലേ മാരൊക്കെ പറയുന്നത്. ഇത് യൂട്യൂബ് വ്ളോഗാണ്. ആറ്റിം ലവ് യു. ഏയ് ഏയ് ആരും വേണ്ടിക്കില്ല. അപ്പൊ അങ്ങനെ ഇന്നെപ്പോഴാ വരിക? ഒരു മണിക്കൂറുണ്ടോ? ചിലപ്പോ പറയാൻ പറ്റില്ല. പേരും കത്തിച്ചില്ല. അതിശേഖരം എന്നോട് ആദ്യം വിളിച്ച് ചോദിച്ചോ? അഭിപ്രായം ചോദിച്ചോ? അഭിപ്രായം ചോദിച്ചു ഞാൻ പറഞ്ഞ നീനു. ചാർക്കോളിന്റെ അവിടെ ചാർക്കോൾ വെള്ളറുണ്ടാ? ഓ അതന്നെ. യെസ് കൊണ്ടേ അതന്നെ കൊണ്ടേ വേഗം കൊണ്ടേ. അതല്ലേ എലിവശം കൊടുത്ത് കൊണ്ടുട്ടോ വെള്ള കളറും. എടാ അത് കുമ്മായാകാരം. എന്താണ് വെള്ള കളറിലല്ലോ? കുതിരക്കിട്ട് കത്തിച്ചോ. ബ്രോ അങ്ങനെ പറയല്ലോ ബ്രോ. നമ്മള് കുട്ടികളല്ലേ. അനക്ക് കൊടുക്ക എന്നാ. ഇപ്പൊ ഓലെ ഇങ്ങോട്ട് വാ ലഭ്യ. നമുക്ക് ഓലെ എന്നാ അങ്ങനെ നമുക്ക് ഇതുവരെ അധ്വാനിച്ച ലെല്ലുവിന് കൈമാറാം. നീ കുറച്ചേരി ഇരുന്നോടാ. ഞാൻ നോക്കിക്കോളാം. കരിയാതെ ചടങ്ങേറായിക്കൊടുന്ന ഒന്ന് കത്തി കിട്ടിയെങ്കിൽ ചൂടായി. എന്തേലൊക്കെ പറയും. ഞാൻ എന്താ പറയാ? അങ്ങനെ പറഞ്ഞ പോറല്ലേ ബ്രോ. പിന്നെ 17 ബ്രോ തിജിക്കടല്ലേ? എവിടുത്തെ കടി വരും? അല്ല ബബ്ബ നമ്മള് കൊറേ വളരാനിരിക്കുന്നു. ഞാൻ കൊണ്ടേ വെക്കൂല. ഓളെ കൊടുന്നതിനെ ഞാൻ കൊണ്ടേ വെക്കൂല. ഓളെന്നെ കൊണ്ടേ വെക്കണ്ടേ. തീപ്പൊരി എടാ ഇപ്പൊ അവനെല്ലാം പറ്റുമോ? പൈസ പൊളിഞ്ഞേക്കാണ്. 1111 രൂപ ചിക്കന്. കൂടി പോയാൽ സൗണ്ട് ഞാൻ എന്തിന്റെ സൗണ്ടാണ് അറിഞ്ഞത്? കേക്ക് ഉണ്ടാക്കാറില്ല.
കേട്ടില്ല അതിനും പൈസ ഉണ്ട്. നീ പറ. എനിക്കെന്താ ഒന്നും പറയാല്ല. അല്ല ഓടാൻ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഓ പനി. എത്ര റൗണ്ട് ഓടി? ഒരു 1-2 കിലോമീറ്റർ ഓടി. ഒരു വട്ടം ഓടിയപ്പോ പിന്നെ പിന്നെന്താ അങ്ങനൊക്കെ. എന്റെ വ്ളോഗ് ഉണ്ട് ട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല ചൂട്, തണുപ്പ് ക്ലൈമറ്റ് ആവേണ്ടിയിരുന്നു. ശ്ശേ. അല്ലേ നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തി. ഓള് കുട്ടിയല്ലേ. ഈ ആ രീതിയിൽ എടുത്താൽ ഞാൻ ഒന്നും കാട്ടിയിട്ടില്ല. ഞാൻ പിടിക്കും. തീന്റെ അടുത്ത് കിടന്ന് കളിച്ചില്ലേ മക്കളെ. ആടാ ബ്ലൂ കളർ വരുന്നുണ്ട്. ബ്ലൂ ഫാനാണ്. ഞാൻ ഹനാൻഷ ഫാനാട്ടോ. പ്രവീൺ പ്രണവാണ്. പ്രവീൺ പ്രണവും ഫാനാണ്. അതൊക്കെ ആരാ? പിന്നെ എന്റെ അമ്മയെ പ്രസവിച്ചു. പറയണില്ല. ആദ്യം ഊട്ടിന്ന് കിട്ടിയതാണ്. എന്നെ വയനാട്ടിൽ നിന്ന്. ലല്ലൂനെ അല്ല ലല്ലുട്ടനെ കാറിൽ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ കൊറേ കൊരങ്ങന്മാര് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ആ കൊരങ്ങന്മാർക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. എപ്പോഴും വികൃതി കാട്ടുന്ന ഒരു കുട്ടി. അപ്പൊ ബബ്ബക്ക് ആ കൊരങ്ങന്മാരെ കണ്ട് പാവം തോന്നിയിട്ട് ആ കൊരങ്ങന്മാർക്ക് ഇടങ്ങാറാവാതിരിക്കാൻ വേണ്ടി എടുത്ത കുട്ടിയാണ് ലല്ലുട്ടൻ. ഇങ്ങനെ മനുഷ്യന്മാർക്ക് വളർന്ന് മനുഷ്യന്മാരെ ഇനി ആ സാധനം ഇടണില്ലേ? ചിക്കൻ ഇടണില്ലേ? അതിന്റെ അടിയിൽ കനലുണ്ട്. അതിന്റെ അടിയിൽ കനലുണ്ട്. അപ്പൊ ഇനി നമ്മള് കണ്ണിൽ സെറ്റ് ആയിട്ട് ചിക്കൻ വെക്കുമ്പോ അപ്പൊ ഗൈസ് സോറി. അപ്പൊ നമ്മളെ തീ ഇങ്ങനെ കനലായിട്ടുണ്ട്. നമുക്കിതാ നമ്മളെ മെയിൻ സാധനം അതിലോട്ട് വെക്കാം. ബയ്യാണ് നമ്മൾ നേതൃത്വം തരുന്നത്. അതുകൊണ്ട് ബയ്യ മാറി ഒന്ന് വെച്ചു. അങ്ങോട്ട് അവിടെ കുറച്ചുകൂടി കുഴച്ചൊന്ന് വെച്ചോക്കാം. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ പുകയുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇതാണ് നമ്മളെ മൂഡ്. അപ്പൊ ഇത് ഇങ്ങനെ വേവണം. 1 മണിക്കൂർ ഇതിവിടെ ഇങ്ങനെ വേവണം. അപ്പൊ സെക്കൻഡത്താണ് നമ്മൾ വെക്കുന്നത്. അതാ സെക്കൻഡത്തുമ്മ കുറച്ച് കോട്ടിങ് പോയിക്കണം. ഇതിന്റെ ഈ സൈഡിൽ കോട്ടിങ് ഇല്ല. അയ്യോ കൊണ്ടുപോവാ. നമ്മുടെ മടിച്ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെന്ത് കഴിഞ്ഞാൽ എന്താ അറിയില്ല. സൈഡ് കൂടി കത്തുവോ? ബിനു തേങ്ങയുടെ ഈ കൊടുത്തിക്കണേ. മൈ ബാഡ് ബ്രോ. ഒരു 4-5 എന്താണ് പറയാനുള്ളത്? ഓ എത്താനായിക്കണോ അല്ലേ? എത്താനായി. നല്ല കാറ്റ്. ഇത് മിക്കവാറും ഇന്ന് 12 മണി 11 മണി ആവും. എന്താവും? ഒരു മണിയൊക്കെ ആവും എന്തായാലും. അതൊക്കെ കത്തി കഴിഞ്ഞിട്ടുണ്ടോ? ഫുയല് കഴിഞ്ഞു. അപ്പൊ ഇനി എന്താ കാട്ടുക? ഇനി ഒന്നും കാട്ടല്ല. വറകെടുക്കുക കത്തി. പോയി കൊണ്ടുവരും. എന്ത് ഇനി ഒന്നും ഞാൻ തരില്ല. എനിക്ക് പമ്പൈസ കൊണ്ട ഇനിയിപ്പോ വാതില് തുറന്ന് കയറണം. പെരയിൽ ആരും കൊണ്ടേ ദാഫ്ലുവിനെ കൂട്ടി പോയി കൊണ്ടേ. സുറ വണ്ടി ഉണ്ടാവില്ല അവിടെ എടുത്തോ. എന്നാ ചാവി എടുത്ത് പോ. പിന്നെയോ പോ. നോന്റെ ഒപ്പം ചെല്ലേ. വേഗം പണി വേഗം തീർക്കണം. വരുമ്പോ കുറച്ച് പൊറാട്ടയും കൊടുക്കണം. മടുക്കുണ്ടോ മുത്തേ? പൊറോട്ട റൈസ് എനിക്ക് നല്ലോ മടുക്കുണ്ട്. മടുപ്പ് ഇതൊക്കെ പറഞ്ഞു.
ഇത് പറഞ്ഞെടുത്ത എന്താ വെച്ചാ ഇവർക്ക് കഴിവില്ല ലഭ്യമാട്ടോ. ഞാൻ ഇവിടെ ഇതാക്കുകയാണ്. എന്താണ് ഈ 3 നിമിഷത്തിൽ പറയാനുള്ളത്? അപ്പൊ ഇത് തട്ടിക്കാണ്ട് കളയല്ലേ? എടാ അഫ്സൽ എനിക്ക് എന്താ പറയാനുള്ളത്? മൂഞ്ചിടുന്നില്ല, റെഡി ആവും. കമ്മിങ് സൂൺ ആണ്. ഓക്കെ, കമ്മിങ് സൂൺ. ഇതിപ്പോ കനലാവാൻ ടൈം എടുത്തു. ഇനിയിപ്പോ സാധനം ഇട്ടിക്കണ്. ഇനിയിപ്പോ ഒരു 3 മണിക്കൂറൊക്കെ പോരാ. ചിലപ്പോ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ ഇതാവും. അതിനിപ്പോ 9, 10, 11, 12 മണിക്കോ 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കഴിക്കാം. എന്താലേ നമ്മള് രാത്രിയിൽ ഉറക്കമില്ലാത്തവരെ ഓലിന്റെ കനല് കൊണ്ടുവരണ വരെ ഉണ്ടാവും. മരപ്പിക്കാം. അംഗനവാടി കുട്ടി ഫ്യൂവല് തീന്റെ അവിടെ നിന്ന് മാറിക്കല്ലേ ബിമോളെ. രാത്രി ജാഥന്റെ അന്ന് പടക്കം പൊട്ടിച്ചപ്പോഴേന്നു ഇതേ മരം എടുത്ത് തെറിച്ചു. അന്ന് ഞാൻ ആ മരത്തിന്റെ അവിടുന്ന് നോടിയതാ. മേത്താകെ കുത്തി. ഇവളാണെങ്കി പറഞ്ഞാണ്ടായിരുന്നു. ആ പറയാ നമ്മൾ മൈക്കേല് പറയണം. റൂളാണ്. അല്ല ഇനി ചൂടായിക്കാണ്ട് മൊത്തം വെള്ളം വാരും, പിന്നെ കുക്കായിക്കോളും അല്ലേ? ആവേണ്ടതാണ്. കത്തി കിട്ടി. അപ്പൊ ഇനി ഇത് റെഡി ആയിട്ട് കാണാം. ഇത് ഇനി 2 മണിക്കൂർ എടുക്കും. അപ്പൊ ഇനി റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് പൊറോട്ട വാങ്ങാൻ പോകുമ്പോഴൊക്കെ കാണാം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ രാവിലെ തുടങ്ങിയിട്ട് 12 മണി 11 മണി ആവും. ആ ഉറങ്ങി നീച്ചു. പൊട്ടിച്ച് പൊട്ടിച്ച് ഉറക്കം വന്നിട്ടുണ്ട്. അങ്ങനെ പിടിക്കട്ടാ. ഞാനും എലമോളൊന്നും ചോറുന്നിട്ടില്ല. എലമോൾ ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിയേക്കും. മണ്ണിന്റെ ആകെ കരിഞ്ഞാണ്ടുള്ളതാണെങ്കിൽ ആലോചിച്ച് നോക്കാം. പുറം ഫുള്ള് കരിഞ്ഞിട്ടും കരിഞ്ഞിട്ടില്ല. ഞാൻ ഷുഗർ വെന്തിട്ടില്ലെങ്കിലുള്ളൂ അല്ലേ? വെന്തില്ല ഇഷ്യൂല. നമ്മള് ചട്ടിയിലിട്ട് പോയിട്ടില്ലേ? ഓന്റെ പൈസ അല്ലല്ലേ? ഓന്റെ പൈസ ഇവിടെ നിക്കാണ് ഇപ്പോഴാ പൈസ. പൈസ തിന്നിന് 4000. പൈസ 2 പൊരിച്ചു നിന്നു, 2 പുഴുങ്ങി നിന്നു. എന്താ പറഞ്ഞേ? ലെല്ലു ചോദിച്ചു. ഈ സംവാദത്തിൽ ലെല്ലു ചോദിച്ചു. സമയാവട്ടെ. എങ്ങനെ പൈസ പുഴുങ്ങി? വള്ളത്തിലാവൂലേ? ആഫ്ലൂനി മാറിക്കേ. വെറുതെ ഓനക്ക് ആരോടെങ്കിലും ഇട്ടാ മതി. ആ വിഷമം എടുത്ത് തീർക്കണം. എന്നാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഊകല്ലോ. ഇനിയിപ്പോ എന്താ? ഇനി ഇത് എടുക്കണം. പറഞ്ഞ മുത്തേ എന്ത് നല്ല രസമുണ്ട്. നേരത്തെ ചളിയായി. എപ്പോഴാ നമ്മൾ തുടങ്ങിയത്? ഉച്ചക്ക് തുടങ്ങിയ പരിപാടിയാണ്. സമയം 12 1:45 അങ്ങോട്ട് എത്തിക്കണം. ഇപ്പൊ 11:45 കറക്റ്റ് റൗണ്ട് ആയിക്കണു. എന്തായാലും ഇപ്പൊ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് പൊട്ടിച്ചു നോക്കും. എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അല്ല ഞാൻ പറയുന്നത് എന്തുണ്ടാവും. ഞാനത് തുറന്നിട്ട് പറയാം. അല്ല കൈക്കോട്ട് വന്നു. ഗൈക്കോട്ട് അത് പിടിച്ചോ. എന്തേലും ആവട്ടെ. ചോപ്പ കയറി പിടിച്ചു. ചോപ്പറിച്ചുണ്ടാവോ? നല്ല പുകൊക്കെ വരുന്നുണ്ട്. ഇതുവരെ ഈ മണ്ണുവരെ ചൂടിട്ടുണ്ട്. പിന്നെ 1 അരമണിക്കൂർ കഴിഞ്ഞ് പൊട്ടിച്ച. ആ അങ്ങക്ക് ഫുഡ് ഒന്നും തിന്നണ്ടല്ലോ.
മണ്ണൊന്നും മാറണട്ടോ, അത് കോരി ഇടിക്കല്ലോ. പൊളിഞ്ഞ് വരുന്നുണ്ട്. ശാന്തരാവും. പച്ചിറച്ചി ഒന്നും ആയിട്ടില്ല. ആ ഒരു മണം പച്ചരിച്ചിന്റെ കേട്ടോ. രണ്ടെണ്ണല്ലേ? ഒന്നിവിടെ, ഇത് ഫുള്ളാക്കിട്ട് എടുക്കായിരുന്നില്ല. നിനക്ക് അങ്ങനെ എടുക്കണ്ട, കൈക്കോട്ട് നമുക്ക് എടുക്കണം. ഇത് ചൂടൊന്നുമില്ല. ഇത് വെറും ചേന നട്ടമാരിയേക്കണത്. പടച്ചോനെ, എന്റെ ഉള്ളു ഇതാവുണ്ട് കേട്ടോ. ലല്ലുട്ടാ, ആ കൈക്കോട്ട് ആൾക്കാരെ ഞാൻ വാങ്ങിയ ചപ്പാത്തി കൂടി എന്താ കാട്ടുക? ഈ ചപ്പാത്തി വാങ്ങിയ പിന്നെ ദാനെ ഇതെന്റെ അടി കൂടെ മെല്ലെ വെച്ച. എന്നിട്ട് അവിടേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കി എന്താ വെച്ചാൽ നോക്കാം. ഇവിടുന്ന് മാറ്റാം, കനലിന് മാറ്റാം. ഇതെന്താ ഇങ്ങനെ ഒരു മണം? അനങ്ങാത്ത ചിക്കന്. ഇതേ മരിക്ക് എടുക്കുക, ചട്ടിക്ക് ഒരു പാത്രം കൊടുത്ത വലിയൊരു ചെമ്പട്ടു. ചൂടൊന്നുമില്ല. ഈ ചെങ്ങായ്മ തൊടുന്നാണ്ടില്ലേ, എങ്ങനെയാ വെന്തിട്ടുണ്ടാവുക? ചൂടില്ലടാ. നമ്മളൊരു 3/4 മണിക്കൂറായിട്ട് ജ്യൂസ് അതാ പോണ അതിന്റെ ഉള്ളിൽ. അതിനെ ജ്യൂസ് ചിക്കൻ എന്താ വെള്ളം വരുന്നത്? ഒരു പുഴുങ്ങിയ മണല്ലേ? ഇപ്പൊ നല്ല മണം ഉണ്ട് കേട്ടോ. ഇപ്പൊ നല്ല ഉണ്ട്. അല്ലടാ, ഇപ്പൊ ഗുഡാണ്. അതിന്റെ ഫസ്റ്റത്തെ ലെയർ ഒന്ന് കളഞ്ഞിട്ട് വെച്ചാ എന്നാ കരി സാധനങ്ങൾ പോയിക്കോളും. ഇതൊക്കെ എന്താ പെരും തണുപ്പ്. ഉരുളക്കിഴങ്ങൊക്കെ പൂങ്ങിയമാണ്. അടുത്തിട്ട് ഇങ്ങനെ മണത്തിക്കാം. ഇതാണ് ഇങ്ങനെ കൊണ്ടുവരാൻ. അത് അവിടെ ഇങ്ങനെ പൊക്കെ സാലിപ്പാ വിഷമിപ്പിക്കല്ലടാ. സാധനം എന്താ റെഡി ആയോ? റെഡി ആയില്ലേ? റെഡിയായി. അത് ഇവിടുന്ന് അല്ല തോന്നുന്നു, വേറെ പറഞ്ഞു. എടാ നിക്ക് ഒരു അത് വായന്റലിന്റെ തറ. വായനലിന്റെ ഒലക്കാണ്, പച്ചരിച്ചാണ് ഇവിടെ ചാടുന്നത്. ചിലക്കാതെ അതിൻ്റെ ഉള്ളിൽ കറക്കച്ചത് മേലെ കൂട്ടി കത്തിച്ച ആൾക്കാരെ കണ്ടു. ഞങ്ങള് കത്തിച്ചു എവിടെയെന്നു പേരും കത്തിച്ചാലും കത്തിച്ചു. എന്ത് തിന്റെ കച്ചി മാത്രം പൊള്ളണു? പിന്നെയും പൊള്ളി. ബാസി മേലെ കൂടെ വാടാ. വെന്തുകൂടോ സാധനം? വെന്തുകൂടോ സാധനം? പന്നി പൂവായി കണ്ട് കിട്ടിയാണ്. ചൂടാണ് ചൂടാ. എടാ നിക്ക് കുട്ടിയെ കുട്ടി കുട്ടി ചൂടില്ല ചൂടില്ല. ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ നമ്മളെ ആറ്റ് ഈ ടൈം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കണം. അങ്ങനെ എടുത്തിട്ട് എന്താ വെച്ചാല് ഉള്ളിലേക്ക് വേവായിട്ടില്ല. ഇതാ ചോര എടുക്കണതാ. തക്കാളിയാണ് മാറിക്കാണ്ട്. ഓ അപ്പൊ കിട്ടുന്നുണ്ട്. അവിടെ വെച്ചോ അവിടെ വെച്ചോ അവിടെ വെച്ചോ. അപ്പൊ പിന്നെ വാ അടുത്തെടുക്കേ അടുത്തെടുക്ക. എവിടെ മഞ്ഞപ്പൊടി
പറയണ്ടേ ആ മസാല നാല് വർത്താനല്ല എന്റെ മസാല ഞാനേ മസാല അതിന് മര്യാദക്ക് വന്നിട്ടില്ല. മസാല പറഞ്ഞ കുത്തുണ്ട് മഞ്ഞപ്പൊടി മാത്രണ്ട് മസാല കുഴപ്പമില്ല. അതിന് ഓള് മുളക് പൊടി ഇടാൻ അയച്ചിരുന്നോ? അത് പറ. ആദ്യം മഞ്ഞപ്പൊടി ഇടാകരം മറ്റേത് എടുക്കുന്നു. അടിപൊളി എന്തായാലും സാധനം ഒരുവിധം തിന്നാൻ പറ്റുന്ന പോലത്തില്ല ആ മറ്റേത് എടുക്കണ്ടെങ്കി എടുക്കണം കുറച്ചു നേരം അവിടെ നോട്ടെ റെഡി ആവട്ടെ. അപ്പൊ എന്നാ നമുക്ക് അതുകൂടെ എടുത്തിട്ട് കാണാം. നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഇനി അവളെ മടിച്ചിക്കനൊക്കെ രണ്ടും എടുത്തു. അപ്പം നമ്മള് കരുതിനെക്കാട്ടി നല്ല അടിപൊളിയായിട്ട് കിട്ടി കേട്ടോ. നമ്മൾ പറ്റപ്പാളും കരുതിയിരുന്നു. കുഴപ്പമില്ല, തിന്നാൻ പറ്റണ കോലത്തിൽ സാധനം കിട്ടി. മാഷാഅല്ലാഹ്. അപ്പോൾ ഓലൊക്കെ തിന്നുന്നുണ്ട്. ഓലൊക്കെ കഴിച്ചു. ഇനി നമുക്ക് ഇവർ കഴിക്കണ്ടെങ്കിൽ ഇവരോട് അഭിപ്രായമൊക്കെ ചോദിക്കാം. എങ്ങനെയുണ്ട്? സാധനം അടിപൊളിയാണ്. നമ്മൾ ഇതുവരെ ഫ്ലോപ്പ് ആവും കരുതിയതായിരുന്നു. എത്രയോ ബെറ്റർ ആയിട്ടുണ്ട്. തിരുകാക്കും എങ്ങനെയുണ്ട്? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പറയാം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഷാറാണ്. ഒന്നും പറയാനില്ല. ടേസ്റ്റ് ഉണ്ട്. എല്ലാവരുടെ അഭിപ്രായം ഗുഡാണ്. ലവ്യ കഴിച്ചോ? കഴിച്ചിട്ടില്ല. കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഭയങ്കര ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക. കഴിച്ചൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഗൈസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.